ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചോറാണ്. അതിനാവശ്യമായ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പില എന്നിവ എടുക്കുക. പിന്നെ നമ്മൾ ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് മിക്സാക്കി അത് മാറ്റി വെക്കുക. നമ്മൾ ചോറിന് വേണ്ട നേരി അരി അത് കഴുകി വെച്ച് അത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കൊഞ്ചൻ വറുത്തെടുക്കുക. നല്ലവണ്ണം ഫ്രൈ ചെയ്ത് അതെടുത്ത് മാറ്റി വെക്കുക. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ മിക്സാക്കുക. ഞാൻ സവാള പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി കുക്കറിൽ ഒരു വിസിൽ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് വറുത്തെടുത്ത് അതിലേക്ക് തക്കാളി ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് പിന്നെ അതിൽ നമ്മളെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കറിവേപ്പില ഇട്ട് അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കൊഞ്ചൻ എടുത്ത് അതിൽ മല്ലിച്ചപ്പ് ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ ചെറിയ ഫ്ലെയിമിൽ അത് ഒന്ന് എല്ലാം മിക്സാകാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുക. ആ നേരം കൊണ്ട് ചോറിന് വേണ്ടി ഓയിൽ, പശു നെയ്യ്, ഒരു ചെറിയ കഷ്ണം സവാള എന്നിവ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ അതിനാവശ്യമായ വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിനനുസരിച്ചിട്ടാണ്. 3 ഗ്ലാസ് അരിക്കാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ്. അതിൽ പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ അരി അതിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് മിക്സാക്കി മൂടി വെച്ച് വേവിക്കുക. പിന്നെ ഏകദേശം മുക്കാ ഇതിൽ വെന്ത് കഴിഞ്ഞാൽ അതിൽ ഗരം മസാലയും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും എടുത്ത് നല്ലവണ്ണം വറുത്തെടുത്ത് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ പിന്നെ അതിൽ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് വെക്കണം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ അത് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്ന് മിക്സാക്കി മല്ലിച്ചപ്പ് നല്ലവണ്ണം ഇട്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമ്മളുടെ ചെമ്മീൻ ചോറ് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ചെമ്മീൻ ചോറ് റെഡിയായി.